ഇപ്പോൾ കണ്ടിടത്ത് കേട്ടിടത്ത് ജനങ്ങൾ മനസ്സിലാക്കിയെടുത്ത് അല്ല കാര്യങ്ങൾ നിൽക്കുന്നത്. അതിലേറെ വലിയ കുറ്റകൃത്യങ്ങളുടെ നടുവിലാണ് ഫിറോസ് നിൽക്കുന്നത്. അതിന് മറുപടി പറയേണ്ടതുണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം എന്നാണ് താങ്കൾ പറഞ്ഞു തുടങ്ങിയത്. തുടരും. ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അത് പിന്നെ അവിടുത്തെ ഫെഡറൽ ലോ അനുസരിച്ച് പോലും ഒരാൾക്ക് അവിടെ ജോലി ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ജോലി ആയിരിക്കണം. അത് ലോ നമ്പർ 33 2021 അവിടെ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. അതനുസരിച്ച് അവിടുത്തെ ഒരു ജീവനക്കാരന്റെ പിന്നെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും ഒരുപോലെ ലംഘിക്കുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നിയമം മാത്രമല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ധാർമ്മികത പ്രശ്നം കൂടി ഇവിടെയുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട ധാർമ്മികമായ കാര്യങ്ങൾ കെ ഫിറോസ് പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇവിടെ എത്ര മാസം അദ്ദേഹം കേരളത്തിലുണ്ട്? ഒരു വർഷത്തിൽ എത്ര മാസം അദ്ദേഹം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വം വ്യക്തമാക്കണം. ബഹുമാനപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട യുവജന സംഘടനയുടെ അധ്യക്ഷനായ ഇപ്പോ കെ ഫിറോസിനെതിരെ അധ്യക്ഷ നിലയ്ക്ക് കെ ഫിറോസിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ വന്ന സ്ഥിതിക്ക് കേരളത്തിലെ ഈ യുവജന സംഘടന ജനറൽ സെക്രട്ടറി എത്ര മാസം അദ്ദേഹം കേരളത്തിൽ അവൈലബിൾ ആണ് എന്ന് വ്യക്തമാക്കാൻ തയ്യാറാവണ്ടേ? ഇവിടെ പാവപ്പെട്ട പ്രവർത്തകർക്ക് അവരുടെ സർക്കാരിനെതിരെ അനാവശ്യ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ആ സമരങ്ങളുടെ പേരിൽ അവർക്ക് അടിയും കേസും വാങ്ങിക്കൊടുത്ത് ഉടനെ അദ്ദേഹം സുഖ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും സാമ്പത്തിക ലാഭത്തിനുമായിട്ട് വിദേശത്തേക്ക് പറക്കുകയും ചെയ്യുന്ന വളരെ അധാർമികപരമായ രീതിയിലേക്കാണ് യൂത്ത് ലീഗിനെ അദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട കെ ടി ജലീൽ മാഷ് വിവരിച്ച പോലെ അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന ആ സ്ഥാപനത്തിലേക്ക് അദ്ദേഹത്തിന് നിക്ഷേപം വന്നിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് ലീഗിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പണമാണെന്നത് യാതൊരു തർക്കവും വേണ്ട. നേരത്തെ ഇവിടെ ഉയർന്നു വന്ന തെറ്റുപറഞ്ഞ കാര്യമാണല്ലോ, അദ്ദേഹം ഉയർത്തി കാര്യമാണല്ലോ ഈ മുണ്ട് വിവാദം. ആ മുണ്ട് വിവാദത്തിന്റെ വിഷയത്തില് 2022 കത്തില് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇന്നിപ്പോ പല യൂത്ത് ലീഗുകാരുടെയും ഞാൻ അവരുടെ കമന്റ് കണ്ടത് ഇത് ഇപ്പോഴത്തെ വിഷയമല്ല, അതിപ്പോ പ്രസക്തല്ലാണ്. ഞാൻ പറഞ്ഞത് ഒരു വിഷയത്തിന്റെ അതിന്റെ പോരായ്മ മനസ്സിലാക്കിയാൽ അതിനകത്തുള്ള ക്രമക്കേട് മനസ്സിലാക്കിയാൽ അത് ഏത് സമയത്ത് ഒന്ന് ഇടപെടട്ടെ. 2022 ഈ ധോത്തി പദ്ധതി അനൗൺസ് ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി കെ ഫിറോസ് ഇറക്കിയ സർക്കുലർ, അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. ഞങ്ങളത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ അത് വരും. അതനുസരിച്ച് തന്നെ 2 ലക്ഷം മുണ്ടുകൾ വിതരണം ചെയ്യാൻ വേണ്ടി ഓരോ ജില്ലയ്ക്കും കോട്ട കൊടുത്തുകൊണ്ടുള്ള ഒരു കത്താണ് അത്. അപ്പോൾ 2 ലക്ഷം മുണ്ടുകളെങ്കിലും 600 രൂപയ്ക്ക് ആളുകൾക്ക് വിതരണം ചെയ്യാനുള്ള പദ്ധതി ഇട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണത്. അത് 2,72,000 മുണ്ടുകൾ അത്തരത്തിൽ വിതരണം ചെയ്തു എന്നാണ് ജലീൽ അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് ഇത്രയും മുണ്ടുകൾ വാങ്ങിയതിൻ്റെ ബില്ല്, അതിൻ്റെ നികുതി അടച്ചതിൻ്റെ ബില്ല് പരസ്യപ്പെടുത്തണം എന്ന വ്യക്തമായ ഒരു ആവശ്യമാണ് ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. താങ്കൾക്ക് തുടരാം. ജലീൽ സാർ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. 2,72,000 മുണ്ടുകൾ അവര് അവസാനം അവരുടെ ആ ലൈവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗിന്റെ ഫണ്ടുകളൊക്കെ ആപ്പ് വഴിയാണ്. അത് ജനങ്ങളെ ആപ്പിലാക്കാനാണോ ആപ്പ് എന്നൊരു ചോദ്യം പ്രസക്തമാണ്. ജനങ്ങൾ ആപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഒരു സിസ്റ്റം മുസ്ലിം ലീഗിനെ പഠിപ്പിച്ചു കൊടുത്തത് ഇത് തലപ്പത്തുനിന്ന് ആരംഭിക്കുന്നതല്ലോ. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി വന്നതോടുകൂടി മുസ്ലിം ലീഗിൽ ആർക്കും എന്തും ആവാം ഒരു പ്രതീതിയാണുള്ളത്. കാരണം അദ്ദേഹം തന്നെ ഇത്തരത്തിലുള്ള എത്രയധികം ബിസിനസ്സുകൾ ഏതൊക്കെ രാജ്യങ്ങളിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിറോസിനെ പോലെയുള്ള ഈ പാർട്ടിക്കകത്ത് MC കാർദിനെ പോലെയുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന ഞാൻ അന്ന് സംസ്ഥാന MSFന്റെ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ ആ സമയത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പ്രിയപ്പെട്ട ഹാരിസ്. ആ ഹാരിസ് ഞാൻ അദ്ദേഹത്തിന്റെ ഈ കണക്കുകൾ ഞെട്ടിപ്പോയി. അപ്പൊ അദ്ദേഹത്തെ പോലെ ആളുകൾക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം എവിടുന്നാന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട് ഈ മോഹൻലാൽ പറഞ്ഞാൽ 64 അതേ രൂപത്തിലാണ്
ഇതിനകത്ത് കൃത്യമായിട്ട് ഹദിയ എന്നൊരു കാര്യം ഓർമ്മയുണ്ടാവും. അവിടെ നിന്ന് ആരംഭിക്കുകയാണ് മുസ്ലിം ലീഗിലെ ആപ്പുകളുടെ പിരിവ്. ഒരു നോമ്പ് കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസ്യത ഏറ്റവും വലിയ ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഹദിയ എന്ന് പറയുന്നത്. നോമ്പിന് നമ്മൾ ഒരാൾക്ക് ഒരു സദക്ക കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഹദിയ കൊടുത്താൽ, ആ ഹദിയ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇരട്ടി പുണ്യം എന്ന് ആ ഹദിയ കാലത്ത് ആപ്പിലൂടെ പിരിവിടുന്നത്. ഈ ഹദിയ കണ്ട ഫിറോസിയുടെ പണി എന്താണെന്ന് വെച്ചാൽ, കെ ഫിറോസ് സാദിഖൽ തങ്ങൾ ഹദിയ തിരിച്ചു. അദ്ദേഹം വളരെ ലൈവിൽ ഇങ്ങനെ ഭയങ്കരമായ സ്ക്രീനൊക്കെ ഇട്ട് അവസാന നിമിഷങ്ങൾ ഇത്ര പൈസ വരുന്നത് ഭയങ്കര ടെമ്പോ കൊടുത്തു, ഭയങ്കരമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നു പിരിച്ചെടുത്തപ്പോ ഇത് കണ്ട ഫിറോസ് ഉടനെ നോമ്പ് കഴിഞ്ഞ ഉടനെ, അതൊരു ജൂൺ മാസത്തിലാണ് ഞാൻ എന്റെ ഓർമ്മയിൽ നിൽക്കുന്നത്, 2022 ഉടനെ അദ്ദേഹം സെപ്റ്റംബർ ഒക്ടോബർ മാസം യൂത്ത് ലീഗ് ഒരു ആപ്പുമായിട്ട് വരികയാണ്. ആ ആപ്പാണ് ദോസ്തി ചാലഞ്ച്.